ഹായ് ഹലോ എല്ലാവർക്കും ഷെരൂസ് ഫുഡ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഇലയടയാണ്. വത്സൻ എന്ന് പറയും, ഓരോ സ്ഥലത്തിന് ഓരോ പേരുണ്ട് കേട്ടോ. വത്സൻ എന്നുള്ള പേരാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഇതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. തേങ്ങ ഒരു അരമുറി ചിരകിയത്, അതിൻ്റെ കറുത്ത ഭാഗമൊന്നും ഇല്ലാണ്ട്. പിന്നെ അരിപ്പൊടി 1/2 കപ്പ്, ശർക്കര 1/4 കപ്പ്, പഞ്ചസാര ഒരു 2 ടേബിൾ സ്പൂൺ, ഇത്രയും മതി. ആദ്യം നമുക്ക് ഒരു ബൗളിലേക്ക് അരിപ്പൊടി ഇടാം. അതിലേക്ക് ആ പഞ്ചസാര നമ്മൾ എടുത്തു വെച്ചില്ലേ, അതും കൂടെ ഇടാം. ഇനി നമുക്കത് വെള്ളം ഒഴിച്ച് കലക്കാം. ഒരുപാട് വെള്ളമാവാൻ പാടില്ല, എന്നാൽ ഒരുപാട് കട്ടിയാവാനും പാടില്ല. നന്നായിട്ട് മിക്സ് ചെയ്യുക. കണ്ടില്ലേ, ഇതുപോലെ ആണ് വേണ്ടത്. നമുക്ക് മറ്റൊരു ബൗളിൽ തേങ്ങ ഇടാം. ഇതിലേക്ക് ഉരുക്കി വച്ചിരിക്കുന്ന ശർക്കരയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതാണ് നല്ലത്. കണ്ടില്ലേ, അപ്പം എന്തെങ്കിലും ശർക്കരയ്ക്ക് എന്തെങ്കിലും അല്ല കല്ലോ മണ്ണോ വല്ലതുണ്ടെങ്കിൽ നമുക്കത് കളയുകയും ചെയ്യാം. കൂടുതൽ ടേസ്റ്റും ഇതിനാണ്. നന്നായിട്ട് ഇളക്കുക. അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനുമൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇപ്പോൾ ശർക്കര ഉരുക്കിയത് കൊണ്ട് നമുക്ക് തേങ്ങയിലിട്ട് ഇളക്കാനും എളുപ്പമാണ്. കണ്ടില്ലേ, ആയിക്കഴിഞ്ഞു. ഇനി നമുക്ക് വാഴയില അത് ഗ്യാസിൻ്റെ മുകളിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ നമുക്കത് മടക്കാൻ പറ്റില്ല. ഞാനിവിടെ വളരെ കനം കുറഞ്ഞ രീതിയിലാണ് ഈ വത്സൻ ഉണ്ടാക്കുന്നത്. കുറച്ച്, അതായത് ഞാൻ ഈ സ്പൂണിൽ 1 സ്പൂണ് ഞാൻ ഒഴിച്ചിട്ടുള്ളൂ. അത് നന്നായിട്ട് ഇലയിൽ തേച്ച് പിടിപ്പിക്കാൻ. നമുക്കതിലേക്ക് ശർക്കര ഇടാം. തേങ്ങയും ശർക്കരയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതിടാം. കുഞ്ഞു കുഞ്ഞ് ഇലയുടെയാണ് കേട്ടോ. ഇനി ഇത് മടക്കേണ്ട കാര്യം ശ്രദ്ധിക്കുക. ആദ്യം താഴത്തേക്ക് മടക്കുക, പിന്നെ 2 സൈഡും ഇതുപോലെ മടക്കുക, പിന്നെ അതിങ്ങനെ മുകളിലോട്ട് മടക്കുക. ഇങ്ങനെയാണ് മടക്കേണ്ടത്. കാരണം നമ്മൾ നല്ല കനം കുറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പം താഴത്തെ ഭാഗം കുറച്ചധികം മടക്കണം. ഞാനൊരു ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ചൂടാൻ വച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഇത് വെക്കുകയാണ്. നമുക്കതിൻ്റെ മീതെ തന്നെ വെക്കാം. അത് ഒരു 20 മിനിറ്റ് മതി, അത് വെന്ത് കിട്ടും. നല്ല ആവി വരുന്നുണ്ട്. അപ്പം വെള്ളം തിളച്ച ശേഷം ഇത് വെക്കാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു 20 മിനിറ്റ് മതിയാവും. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ കട്ടി കുറച്ചാണ് ഈ അരിമാവ് ഒഴിച്ചേക്കുന്നത്, അതുകൊണ്ട് പെട്ടെന്നാവും. ഒരുപാട് കട്ടിയായാൽ നമുക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. കണ്ടില്ലേ, നമ്മുടെ വത്സൻ അഥവാ ഇലയട തയ്യാർ. നിങ്ങൾ ട്രൈ ചെയ്യുക, അഭിപ്രായം അറിയിക്കുക. നാളെ 1 മണിക്ക് വീണ്ടും കാണാം.